വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ ഐശ്വര്യ. അപ്പോൾ നമ്മുടെ SSC CGL എക്സാമിന് ഏകദേശം ഒരു 2 മാസമൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഒരു ബിഗിനറിന്, ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു ബിഗിനറിന് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതല്ല ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഫൈനൽ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ആണ് ഇവിടെ തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ബിഗിനറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും. നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ അവസാനം നിങ്ങൾക്ക് വീക്ക്ലി ഒരു സ്കെഡ്യൂളും അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു മോഡലും കൂടെ കാണിച്ചു തന്നിട്ടായിരിക്കും ഈ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വേണമെങ്കിൽ ഒരു പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഇടയ്ക്ക് മാറി തരാം, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. പക്ഷേ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് റീവിസിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ആവരുത്, നിങ്ങളൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കി കൃത്യമായിട്ട് പഠിക്കും എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്കെഡ്യൂളും തരുന്നതായിരിക്കും. നിങ്ങൾ അത് ഫോളോ ചെയ്യാതെ തന്നെ ഏകദേശം എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ SSC CGL എക്സാമിന് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ആദ്യം വേണ്ട കാര്യം നമ്മൾ ഈ പരീക്ഷയുടെ സിലബസ് കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ടൊരു സിലബസ് അവർ തന്നിട്ടുണ്ടായിരിക്കും. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കഴിഞ്ഞ വർഷത്തെ സിലബസ് പൊതുവിലെ അങ്ങനെ അധികം മാറി കണ്ടിട്ടില്ല. അതേ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അഥവാ സിലബസിൽ മാറ്റം വന്നാലും എന്തെങ്കിലും ലെസ് ദാൻ 2% ചേഞ്ച് മാത്രമേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സിലബസ് വെച്ചിട്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. കാരണം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കിട്ടുന്ന ഒരു മാസം കൊണ്ട് ഒരിക്കലും പഠിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറ്റുന്ന ഒരു എക്സാം അല്ല SSC CGL എന്നുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഡൗൺലോഡ് ചെയ്യുക. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ സിലബസ് കിട്ടും. ആ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ 4 സബ്ജക്റ്റാണ് മെയിനായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ്, റീസണിങ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ജനറൽ അവയർനെസ് ഉണ്ടാവും. ഈ ജനറൽ അവയർനെസ്സിൻ്റെ കീഴിൽ നമ്മൾക്ക് വരാൻ പോകുന്നത് ഹിസ്റ്ററി ഉണ്ടാവും, ജോഗ്രഫി ഉണ്ടാവും, പൊളിറ്റി ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റാറ്റിക് ജി കെയിലെ പോർഷൻസ് കാണും. പിന്നെ കറണ്ട് അഫയേഴ്സ് കാണും. ഇതല്ലാതെ തന്നെ കെമിസ്ട്രി കാണും, ഫിസിക്സ് കാണും, ബയോളജി കാണും. ഈ ഏരിയയിൽ നിന്നെല്ലാം ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ GKയുടെ കീഴിൽ അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സിൻ്റെ കീഴിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ എല്ലാ ടോപ്പിക്കിനെയും സബ് ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യും എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതാണ് പ്രൈമറിലി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരും, നിങ്ങൾക്ക് അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 60 ദിവസത്തെ പ്ലാൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ 60 ദിവസത്തിൽ ആദ്യത്തെ ഒരു 45 ദിവസം നമ്മൾ എടുത്തിട്ട് നമുക്ക് ഫുൾ സിലബസ് കവർ ചെയ്യണം. ഓക്കെ, മൊത്തം 60 ദിവസം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 45 ദിവസം കൊണ്ട് നമ്മൾ മൊത്തം സിലബസ് കവർ ചെയ്യണം. സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം 45ാമത്തെ ദിവസം നോക്കുമ്പോൾ ആദ്യത്തെ 10 ദിവസം പഠിച്ച കാര്യങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിനൊരു പോയിന്റ് ഇല്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിലബസ് കവർ ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ റുട്ടീനായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് 15 ഡേയ്സ് നമ്മൾ, അതായത് 46 മുതൽ 60 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ ഇൻറ്റൻസ് ആയിട്ട് റിവിഷനും ഫുൾ മോക്കും ചെയ്യുന്നു. ഇതിന് ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ സമയം, ഇപ്പോൾ 60 ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ സമയം സപ്പോസ് കിട്ടുകയാണെങ്കിൽ, എക്സാം ഡേറ്റ് ഒക്കെ ഇനി വരുമ്പോൾ കൂടുതൽ സമയം നമ്മുടെ ഫ്രണ്ടിലുണ്ടെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇൻറ്റൻസ് ആയിട്ട് മോക്കുകളും റിവിഷനും മാത്രം ചെയ്ത് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ വീക്ക്ലി സ്കെഡ്യൂൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൺഡേ ടു സാറ്റർഡേ പഠിക്കുക, സൺഡേ റിവിഷൻ ചെയ്യുക. നമ്മൾ പറഞ്ഞു പഠിക്കുക മാത്രമല്ലാതെ നമ്മൾ റിവിഷൻ ചെയ്ത് പോകണം. അപ്പോൾ മൺഡേ ടു സാറ്റർഡേ പഠിക്കുക, സൺഡേ റിവിഷൻ ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ പാറ്റേൺ പോകുന്നത്. ഡെയിലി 6 to 8 hours എങ്കിലും നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇത്രയും സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റുക. കാരണം SSC CGLൻ്റെത് കമ്പാരിറ്റീവ്ലി വലിയൊരു സിലബസ് ആണ്, അങ്ങനെ പെട്ടെന്ന് നമുക്ക് കവർ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു 6 to 8 hours എങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്പെൻഡ് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ സിലബസ് ഇത്രയും ദിവസം കൊണ്ട് കവർ ചെയ്യാനായിട്ട് പറ്റുക. അതും ചുമ്മാ 6 hours ഇരിക്കുക എന്നുള്ളതല്ല, ഒരു 8 hours എങ്കിലും നിങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ച് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്നാലാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് പഠിച്ച് കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ
നാളെ നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യാനെന്ന് പറയുമ്പോൾ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒന്നും എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാൻ, ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മാറ്റി വെക്കുക. മാത്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് അല്ലെങ്കിൽ ഒരേ ടൈപ്പിലുള്ള കുറേ പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോ ടൈപ്പിലെയും ഒരു ഡെമോ പ്രോബ്ലം നിങ്ങൾ മാറ്റി എഴുതി വെച്ചിട്ട് അത് റിവിഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. GK ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഹൈലൈറ്റ്സിലൂടെ നിങ്ങൾക്ക് പോവാം. അതല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഏരിയാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി വെച്ചിട്ട് അടുത്ത ദിവസം റിവിഷൻ്റെ സമയത്ത് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഈ രീതിയിൽ നിങ്ങൾ റിവിഷൻ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ മൺഡേ ടു സാറ്റർഡേ കോർ ടോപ്പിക്സ് പഠിക്കും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. സൺഡേ നമ്മൾ ഫുൾ റിവിഷൻ ചെയ്യുന്നു, മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റിവിഷൻ ചെയ്ത് പോകണം. ഈ രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റഡി പ്ലാൻ വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമി ഉണ്ട്. സോ നമ്മുടെ SSC CGLൻ്റെ കോഴ്സ് ഉണ്ട്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സ് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. സ്റ്റാർട്ട് ചെയ്ത കോഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ലൈവ് ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കൃത്യമായിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഒരു എന്തൊക്കെ പഠിക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഇനി ആ ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 8075753676 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അവർ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇനി അതല്ല, എല്ലാ റിസോഴ്സുകളും ഏതൊക്കെ ബുക്ക് ഉപയോഗിക്കണമെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആ റിസോഴ്സസ് വെച്ച് നിങ്ങൾ പഠിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടും പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ പ്ലാനിങ്ങിലേക്കാണ് അല്ലേ, വീക്ക്ലി പ്ലാനിങ്ങിലേക്കാണ്. സോ ഞാനിത് ഡെയിലി പ്ലാൻ ആയിട്ടല്ല, നിങ്ങൾക്ക് വീക്ക്ലി പ്ലാൻ ആയിട്ടാണ് തരുന്നത്. വീക്ക്ലി പ്ലാൻ, അപ്പം നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഓരോ വീക്കും ഇത്ര പോർഷൻസ് കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. ആൻഡ് നിങ്ങൾക്ക് ഡെയിലി ഈ വീക്ക്ലി പ്ലാൻ വെച്ചിട്ട് എങ്ങനെ ഒരു ഡെയിലി സ്കെഡ്യൂൾ ഉണ്ടാക്കാമെന്ന് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ വീക്ക്ലി പ്ലാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ വീക്ക് 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് മുതലുള്ള ആദ്യത്തെ 7 ദിവസങ്ങൾ നമ്മൾ ഫൗണ്ടേഷനും ബേസിക്സും ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 മുതൽ മിനിമം 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് പഠിക്കുക. അതുപോലെ തന്നെ 1 മുതൽ 20 വരെയുള്ള നമ്പറുകളുടെ എങ്കിലും ക്യൂബ് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ABCD ഉണ്ടല്ലോ, ഈ ABCDയുടെ ഇപ്പോൾ A ആണെങ്കിൽ 1, B ആണെങ്കിൽ 2, C ആണെങ്കിൽ 3 അല്ലേ, D ആണെങ്കിൽ 4th ലെറ്റർ ആണ്. ഇതുപോലെ Z വരെയുള്ള ലെറ്റേഴ്സിൻ്റെയും ലെറ്ററും അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പറും കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, അത്രയും വളരെ അർജൻറ്റായിട്ട് നമ്മൾ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ മിനിമം ഒരു 1 മുതൽ 15 വരെയെങ്കിലുമുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മിനിമം. ഓക്കെ, നല്ലത് 1 മുതൽ 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ പറ്റിയാൽ വെരി ഗുഡ്. ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ പഠിക്കുക. സപ്പോസ് ഇത്രയും പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിലും പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതായത് ഇപ്പോൾ 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അതല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതറിയായിരിക്കും. 13, 17 ഇങ്ങനത്തെ നമ്പേഴ്സിൻ്റെ, 19 ഇങ്ങനത്തെ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇല്ലെങ്കിൽ കാൽക്കുലേഷൻ നമുക്ക് ഭയങ്കര ലാഗ് ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സൈഡ് ബൈ സൈഡ് ഓരോ ദിവസമായിട്ട് ഫസ്റ്റ് 7 ഡേയ്സിൽ കവർ ചെയ്യുക. ആ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ മാത്സിന് കീഴിൽ വരുന്ന നമ്പർ സിസ്റ്റം പഠിക്കണം, സിംപ്ലിഫിക്കേഷൻ പഠിക്കണം, HCF LCM പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മാത്സിലെ നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ, HCF LCM ഈ 3 ടോപ്പിക്കുകൾ പഠിക്കുക. ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ച്, നൗണ്, പ്രോനൗണ്, ആർട്ടിക്കിൾ, ഇത്രയും ഏരിയാസ്. ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ച്, നൗണ്, പ്രോനൗണ്, ആർട്ടിക്കിൾസ്, ഇത്രയും ഏരിയാസ്. റീസണിങ്ങിൽ വരുമ്പോൾ ആൽഫബറ്റ് സീരീസ്, നമ്പർ സീരീസ്, ഓഡ് വൺ ഔട്ട്. ആൽഫബറ്റ് സീരീസ്, നമ്പർ സീരീസ്, ഓഡ് വൺ ഔട്ട്. ഇനി GKയിലാണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയിലെ
കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക്സ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു 7 ദിവസം കൊണ്ട് കവർ ചെയ്യണം. അപ്പോൾ 7 ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സുഖമായിട്ട് കവർ ചെയ്ത് തീർക്കാം. അപ്പോൾ ഇതിനെ നിങ്ങൾ ഡെയിലി സ്കെഡ്യൂളായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കവർ ചെയ്യുക, ചാപ്റ്റർ കവർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അടുത്ത ദിവസം ഇപ്പോൾ ഇന്ന് നിങ്ങൾ നമ്പർ സിസ്റ്റം പഠിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്പർ സിസ്റ്റം റിവിഷൻ ചെയ്യാനും അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക. ഈ രീതിയിൽ ഇത് പ്ലാൻ ചെയ്യണം. അടുത്തത് വീക്ക് 2 ആണ്. അതായത് 8ാമത്തെ ദിവസം മുതൽ 14ാമത്തെ ദിവസം വരെയുള്ള ദിവസം നിങ്ങളുടെ സ്പീഡൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോഴേക്കും ഫസ്റ്റ് വീക്ക് ആവുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഈ സ്ക്വയേഴ്സും ക്യൂബ്സും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സ്പീഡ് ഇമ്പ്രൂവ് ആയിക്കോളും. നിങ്ങൾ കവർ ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ്, റേഷ്യോ, പ്രപ്പോർഷൻ, ആവറേജ്. മാത്സിലെ പെർസെൻറ്റേജ്, റേഷ്യോ, പ്രപ്പോർഷൻ, ആവറേജ്. ഇംഗ്ലീഷിലാണെങ്കിൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റും ടെൻസുകളും പഠിക്കുക. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റും ടെൻസുകളും പഠിക്കുക. റീസണിങ്ങിലെ കോഡിംഗ്, ഡീകോഡിംഗ്, അനലോഗി, ഡയറക്ഷൻസ്. കോഡിംഗ്, റീകോഡിംഗ്, അനലോഗി, ഡയറക്ഷൻസ്. പിന്നെ പൊളിറ്റിയുടെ ബാക്കി പോർഷൻസ്, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP ഒക്കെ പഠിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ, പൊളിറ്റിയുടെ ബേസിക്സ് ഒക്കെ പഠിക്കുക. GK പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തന്നെ ഈ പറയുന്ന എല്ലാ സിലബസുകളുടെയും ഫ്രീ യൂട്യൂബ് ക്ലാസ്സുകൾ നമ്മളുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. സിഗ്നേച്ചർ എന്ന് പറയുന്ന പേരിൽ പുതിയ ക്ലാസ്സുകൾ CGL-ന് വേണ്ടി പോകുന്നുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളാണെങ്കിൽ ഫുൾ സിലബസ് കവർ ചെയ്ത് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് നോക്കാവുന്നതാണ്. അതും വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതാകുമ്പോൾ ഞങ്ങളൊക്കെ നേരിട്ട് വന്ന് നിങ്ങളെ പഠിപ്പിക്കും. ഒരു ദിവസം തന്നെ 2 to 3 hours ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാം. നിങ്ങൾ റിസോഴ്സ് തപ്പി നടന്ന് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓക്കെ, അടുത്ത വീക്ക് 3ലേക്ക് വരുന്ന സമയത്ത്, അതായത് 15ാമത്തെ മുതൽ 21ാമത്തെ ദിവസം വരെ നമ്മൾ ആപ്ലിക്കേഷനും പ്രാക്ടീസും ഒക്കെയാണ് ചെയ്യുക. അതായത് ഈ പെർസെൻറ്റേജിൻ്റെയും റേഷ്യോ, പ്രപ്പോർഷൻ്റെയും ആവറേജിൻ്റെയും ഒക്കെ ആപ്ലിക്കേഷനാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന മാത്സിൻ്റെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കണം, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പാർട്ണർഷിപ്പ്. ഈ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് റേഷ്യോ പ്രപ്പോർഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുക. ഇംഗ്ലീഷിൽ വോയിസ്, നറേഷൻ തുടങ്ങിയ ടോപ്പിക്കുകൾ പഠിക്കുക. റീസണിങ്ങിൽ സീരീസ്, മിസ്സിംഗ് നമ്പർ, റാങ്കിങ്, ഈ ഏരിയാസ്. അതുപോലെ തന്നെ ഹിസ്റ്ററിയിൽ ആൻസിയൻറ്റ് ആൻഡ് മിഡീവിയൽ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 3 ആഴ്ച കൊണ്ട് കവർ ചെയ്യുക. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ വീക്കിൽ കവർ ചെയ്യേണ്ടതാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കുകൾ, അതായത് ഇപ്പോൾ മാത്സ് നമ്പർ സിസ്റ്റം നിങ്ങൾക്ക് പാടാണ്, ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം എന്ത് ചെയ്യണം, ഈ നമ്പർ സിസ്റ്റവും പാർട്സ് ഓഫ് സ്പീച്ചും കൂടെ കമ്പൈൻ ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെയറുകളാക്കാം. ബുദ്ധിമുട്ടുള്ളതും എളുപ്പമുള്ളതും കൂടെ ഒന്നിച്ച് വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ദിവസത്തെ പോർഷൻസ് കവർ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾ തന്നെ കവർ ചെയ്തോളുക. പക്ഷേ നിങ്ങൾക്ക് ഒരു ഡെമോ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ അവസാനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം എങ്ങനെയാണ് ഡെയിലി സ്കെഡ്യൂൾ ചെയ്യേണ്ടതെന്ന്. അടുത്ത 4th വീക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹയർ കോൺസെപ്റ്റ്സിലേക്ക് പോകുന്നു. അപ്പോൾ 22ാമത്തെ ദിവസം മുതൽ 28ാമത്തെ ദിവസം വരെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈം ആൻഡ് വർക്ക് പഠിക്കണം, പൈപ്സ് ആൻഡ് സിസ്റ്റം പഠിക്കണം, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കണം. മാത്സിൽ ടൈം ആൻഡ് വർക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റംസ്, ഓക്കെ, ടൈം ആൻഡ് വർക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസും പൈപ്പ് ആൻഡ് സിസ്റ്റംസും പഠിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ക്ലോസ് ടെസ്റ്റ് പഠിക്കണം, കോംപ്രിഹെൻഷൻസ് പഠിക്കണം. റീസണിങ്ങിൻ്റെ സിലോജിസം, വെൻ ഡയഗ്രാം, ബ്ലഡ് റിലേഷൻസ്. സിലോജിസം, വെൻ ഡയഗ്രാം, ബ്ലഡ് റിലേഷൻസ്. ഹിസ്റ്ററിയിലാണെങ്കിൽ നമ്മുടെ മിഡീവിയലും ആൻസിയൻറ്റും കുറച്ചും കൂടെ ചെറിയ പോർഷനാണ്. മോഡേൺ ഹിസ്റ്ററി ആണ് കുറച്ചും കൂടെ വലുതും, അവിടെ നിന്നാണ് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും. അപ്പോൾ മോഡേൺ ഇന്ത്യയും അതുപോലെ തന്നെ ഫ്രീഡം മൂവ്മെൻറ്റ്സും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇതെല്ലാം തന്നെ പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ റെഫറൻസ് വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഹിസ്റ്ററിയൊക്കെ നമുക്കൊരു ഡിഗ്രിക്ക് എടുത്ത് പഠിക്കുന്ന അത്രയും ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്ത വീക്ക് 5, 29 മുതൽ 35 വരെ ഓരോ വീക്കിലും നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ലാസ്റ്റ് ദിവസം, ഓരോ വീക്കിൻ്റെയും ലാസ്റ്റ് ദിവസം നിങ്ങൾ ഫുൾ മോക്ക് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീക്ക് 5 എന്ന് പറയുമ്പോൾ 29ാമത്തെ ദിവസം മുതൽ 35ാമത്തെ ദിവസം വരെ വരും. അപ്പോൾ അവിടെ നമുക്ക് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പഠിക്കാം, അഡ്വാൻസ്ഡ് മാത്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ഓൾജിബ്ര സ്റ്റാർട്ട് ചെയ്യാം, മെൻസുറേഷൻ നമുക്ക് തുടങ്ങാം. ഇംഗ്ലീഷിലാണെങ്കിലോ ഇറർ ഡിറ്റക്ഷൻ ചെയ്യാം. ഈ ഇറർ ഡിറ്റക്ഷനൊക്കെ നമ്മൾ എത്തുന്നത് നമ്മൾ ആദ്യമേ പഠിച്ച ബേസിക് പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇറർ ഡിറ്റക്ഷനിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റിലേക്കൊക്കെ എത്തുന്നത് ആദ്യം പഠിച്ച ബേസിക്സിൽ നിന്നാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. റീസണിങ്ങിൽ
പസിൽസും നോൺ വെർബൽ റീസണിങ്ങും ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ജോഗ്രഫിയുടെ കൂട്ടത്തിൽ ഫിസിക്കൽ ഇന്ത്യയുടെ ഫിസിക്കൽ ജോഗ്രഫി നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വീക്ക് 6 പറയുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ക്വാണ്ടിലെ തന്നെ ജോമെട്രി ട്രിഗ്നോമെട്രി ഇതാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു 2020 ശേഷമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം പഠിക്കുക കേട്ടോ. 2020 ശേഷമുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിന് മുന്നോട്ടുള്ളത് ചെയ്താൽ മതി. 2020 അല്ലെങ്കിൽ 2022 ശേഷമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ബേസിക്സ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചാൽ ഒരു എല്ലാ ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക്സ് കിട്ടും. അതിനുശേഷം നിങ്ങൾ പ്രീവിയസ്ലി ഉള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇംഗ്ലീഷ് ഇഡിയംസ്, സിനോണിംസ്, ആന്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യണം. ഇതിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇത് ഞാൻ അവസാനം നിങ്ങളോട് എങ്ങനെ കവർ ചെയ്യണം എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. കാരണം ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ഓക്കെ, അടുത്ത് റീസണിങ്ങിലാണെങ്കിൽ ക്ലോക്ക്, കാലണ്ടർ, ലോജിക്കൽ ഡിഡക്ഷൻസ് ഒക്കെ ഈ വീക്ക് 6 ചെയ്യുന്നു. നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. എക്കണോമിക്സ്, ബഡ്ജറ്റ്, ബാങ്കിങ്, ടാക്സേഷൻ ബേസിക്സ് എല്ലാം ഇവിടെ പഠിക്കുന്നു. ഓക്കെ, ഇനി ഈ കൂട്ടത്തിൽ നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, അതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്യാത്ത മറ്റൊരു ഏരിയ ആണ് സ്റ്റാറ്റിക് GK. അധികം നമ്മൾ കവർ ചെയ്യുന്നില്ല. കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുന്നില്ല. അതൊക്കെ എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആൻഡ് വീക്ക് 7 വരുന്ന സമയത്ത് നമ്മൾ 45 ദിവസത്തോളം എത്തി അല്ലേ, അത്രത്തോളം എത്തി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി ഒരു മോക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു ഫുൾ മോക്ക് 100 ക്വസ്റ്റ്യൻ ഉള്ള ഒരു പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ദിശയുടെ തന്നെ മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ, വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ ടെസ്റ്റുകളും നിങ്ങൾക്ക് അതിൽ കിട്ടും. അതായത് ഇപ്പോൾ SSC CGL മാത്രമല്ല, നമ്മൾ SSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അല്ലേ. SSCയുടെ കീഴിൽ തന്നെ ഒരുപാട് എക്സാംസ് ഉണ്ട്, റെയിൽവേയുടെ കീഴിൽ ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഈ എക്സാംസിന് എല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഒരു കോഴ്സ് ഒരു 300-400 റേഞ്ച് ആണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൈസ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 8075753676 ഓൺലൈനിലെ നമ്പറാണ്. അതിൽ വിളിച്ച് ചോദിച്ചാൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. വളരെ ചെറിയ പേയ്മെൻറ്റേ ഉള്ളൂ. അതിനകത്ത് ഏകദേശം ഒരു 10,000+ മോക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. റെയിൽവേയുടെ എല്ലാ എക്സാംസും, ബാങ്കിങ് എക്സാംസ് എല്ലാത്തിൻ്റെയും മോക്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഡെയിലി ഒരു ഫുൾ മോക്ക്, അതായത് 100 ക്വസ്റ്റ്യൻ അടങ്ങുന്ന ഒരു മോക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ മോക്ക് ചെയ്താൽ മാത്രം പോരാ. ജസ്റ്റ് മോക്ക് ചെയ്തു കഴിഞ്ഞു അങ്ങനെയല്ല. മോക്ക് ചെയ്യുന്നു, നിങ്ങൾ സ്കോർ നോക്കുന്നു. മോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു റൂമിൽ അടച്ചിരുന്ന് മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നുമില്ലാതെ എക്സാം എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം ലാപ്ടോപ്പിൽ തന്നെ മോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ലാപ്ടോപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷേ ലാപ്പിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റർഫേസ്, ആ സിസ്റ്റത്തിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഫെമിലിയർ ആവും. നമുക്ക് എങ്ങനെയാണോ എക്സാം ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ മോക്കും. അപ്പോൾ നമുക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ പുതിയതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളൊരു രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ഫുൾ മോക്ക് എടുക്കുക. അതിനുശേഷം പറ്റുമെങ്കിൽ അന്ന് തന്നെ അത് മൊത്തം അനലൈസ് ചെയ്യുക. അതായത് എനിക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് തെറ്റിയത്, അവിടെ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് വന്നത്, അതുപോലെ തന്നെ മോക്കിൻ്റെ സൊല്യൂഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മോക്കിൻ്റെ സൊല്യൂഷൻ വളരെ ലെങ്തി ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് കാണും. അപ്പോൾ നിങ്ങൾക്കൊരു മെൻറ്ററോ പഠിപ്പിക്കുന്ന ഏതെങ്കിലും സാറോ അവരോടൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റിന് ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് ചോദിക്കാം. കാരണം നമ്മുടെ SSCക്ക് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും 1 മിനിറ്റിൽ താഴെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ പോലും അവിടെ ടൈം കാണിക്കും. അതായത് ബാക്കിയുള്ള ആവറേജ് ടൈമിനേക്കാൾ നമ്മുടെ ടൈം കൂടുതലാണോ എന്ന് നോക്കുക. ഇപ്പോൾ ആവറേജ് എല്ലാവരും ഒരു 30 സെക്കൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ നമ്മളൊരു 1 മിനിറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ചെയ്ത രീതി തെറ്റാണ്. അതായത് അതിന് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മറ്റെന്തോ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെക്നിക്ക് എന്താണെന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ കോഴ്സൊക്കെ എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റേഴ്സിനോട് ചോദിക്കാം, അവർ പറഞ്ഞു തരും. അല്ല നിങ്ങൾ വേറെ എവിടെ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെയുള്ള മെൻറ്റേഴ്സിനോടോ ഫാക്കൾട്ടീസിനോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ ഷോർട്ട് കട്ട്സ് പറഞ്ഞു തരും. അങ്ങനെ ആ ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോവാം. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക വൊക്കാബുലറി ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ആൻസർ കറക്റ്റായിട്ട് ചെയ്താലും അതിൻ്റെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുക, അതിൻ്റെ മീനിങ് ഒക്കെ കണ്ടുപിടിക്കുക. അങ്ങനെ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്, GK തെറ്റിപ്പോയ കാര്യങ്ങൾ, ക്വസ്റ്റ്യനും ആൻസറും മാത്രമല്ല ആ ഏരിയ, ഇപ്പോൾ
എന്താ പറയുക, താജ്മഹലിനെ പറ്റിയൊരു ക്വസ്റ്റ്യൻ വന്നു, അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി. ആ ക്വസ്റ്റ്യൻ താജ്മഹലിൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഹൈറ്റ് മാത്രമല്ല, താജ്മഹലിൻ്റെ മൊത്തം ഡീറ്റെയിൽസ്, ആര് പണിഞ്ഞു, ഏത് വർഷം പണിഞ്ഞു, അതിൻ്റെ ഏത് ശില്പ രീതിയിലാണ് അത് പണിഞ്ഞിരിക്കുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾ മോക്ക് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു ദിവസം മോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അന്ന് തന്നെ അത് ചെയ്ത് തീർക്കാൻ പറ്റും. കുറച്ച് സ്പീഡുള്ള കുട്ടികളാണെങ്കിൽ, നിങ്ങൾക്ക് സ്പീഡ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇന്ന് മോക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം ഫുൾ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു ദിവസം മോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ മോക്കും അനാലിസിസും നിങ്ങൾക്ക് ഒന്നിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തെ ഒരു 3-4 ദിവസം ചിലപ്പോൾ ഇന്ന് മോക്ക് ചെയ്ത് നാളെ അനലൈസ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നിങ്ങൾ ആ പാറ്റേണുമായിട്ട് യൂസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ചെയ്യുമ്പോൾ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ദിവസം കൊണ്ട് തന്നെ അത് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഫുൾ മോക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഓരോ ചാപ്റ്ററും കവർ ചെയ്യുമല്ലോ. അപ്പം നിങ്ങൾക്ക് അവിടെ സെക്ഷണൽ മോക്കുകൾ കിട്ടും. സെക്ഷണൽ മോക്കുകൾ കിട്ടും. മോക്ക് ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ സെക്ഷണൽ മോക്കുകൾ കിട്ടും. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് മോക്കും കിട്ടും. ടോപ്പിക് വൈസ് മോക്കും കിട്ടും. ഇപ്പം നിങ്ങൾ പെർസെൻറ്റേജ് പഠിച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജിൻ്റെ ഒരു ടോപ്പിക് വൈസ് മോക്ക് ചെയ്യാം. ഓക്കെ, 10 ക്വസ്റ്റ്യനേ കാണത്തുള്ളൂ. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ ഇംഗ്ലീഷ് ഇപ്പോൾ നിങ്ങൾ സൗണ്ട്സ് പഠിച്ചു, അല്ലെങ്കിൽ നൗൺസ് പഠിച്ചു, നൗൺസിൻ്റെ മാത്രം ഒരു ടോപ്പിക് വൈസ് മോക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകളുടെ മോക്കുകൾ നിങ്ങൾ ചെയ്ത് പോകും. അപ്പോഴേ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊന്ന് റീഇൻഫോഴ്സും ആവത്തുള്ളൂ. അപ്പോൾ മോക്കുകൾ കൃത്യമായിട്ട്, സെക്ഷണൽ മോക്കുകൾ നിങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ എടുക്കുക. സെക്ഷണൽ അല്ല, ടോപ്പിക് വൈസ് മോക്കുകൾ നിങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ എടുക്കുക. ഒരു 20 ദിവസമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഏകദേശം പകുതി ടോപ്പിക്കുകൾ അരിത്തമെറ്റിക് എങ്കിലും കംപ്ലീറ്റ് ആവുന്ന സമയം മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടോപ്പിക് വൈസ് മോക്കുകൾ എടുക്കാൻ തുടങ്ങണം. അതിനുശേഷം വേണം അവസാനം വന്നിട്ട് നിങ്ങളൊരു 45-ാമത്തെ ദിവസം മുതൽ ഫുൾ ഡേ മോക്കുകൾ എടുക്കേണ്ടത്. ആൻഡ് നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരു റിവിഷൻ നോട്ട് വെക്കുക. നിങ്ങൾക്ക് ഏത് മോക്ക് ടെസ്റ്റിലാണോ, അതായത് നിങ്ങൾ ടോപ്പിക് വൈസ് മോക്ക് തുടങ്ങുന്ന സമയം മുതൽ തന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ ഈ റിവിഷൻ നോട്ടിലേക്ക് നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. അത് ഡെയിലി നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ നോക്കണം. ആൻഡ് ലാസ്റ്റ് 46 to 60 ഡേയ്സ് നമ്മൾ റിവിഷന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കി പഠിക്കാൻ വളരെ ഇഫക്റ്റീവാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്വിസ്ലെറ്റ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിക്കാം. ക്വിസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും എസെൻസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ 10 പേജ് പഠിച്ചതായിരിക്കും, അത് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് 1 പേജോ 2 പേജോ ആയിട്ട് ചുരുക്കി എഴുതാൻ പറ്റും, അതായത് 1/2 പേജായിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം, കഥയും കാര്യങ്ങളും ഒന്നും വേണ്ട, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നോട്ട് ചെയ്ത് പോവുക. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മൈക്രോ നോട്ടുകളായിട്ട് വിചാരിച്ചിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഓൾറെഡി ചെയ്ത മോക്കുകൾ നിങ്ങൾക്ക് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാം. നിങ്ങൾ അതിലെ തെറ്റുകൾ തിരുത്തിയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഓൾറെഡി ചെയ്ത മോക്കുകൾ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. വീണ്ടും തെറ്റുകയാണെങ്കിൽ ആ ഏരിയാസ് വീണ്ടും പോയി ഒന്നും കൂടെ പഠിക്കാം. ആൻഡ് നിങ്ങൾക്ക് ഡെയിലി ഒരു മോക്ക് വെച്ചിട്ട് നിർബന്ധമായിട്ടും ചെയ്യാം. ഡെയിലി ഒരു മോക്ക് വെച്ചിട്ട് നിർബന്ധമായിട്ടും ചെയ്യാം. ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, GK PDF-കൾ നിങ്ങൾക്ക് വൺ ലൈനേഴ്സ് ഒക്കെ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ GK PDF-കൾ കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, വൺ ലൈനേഴ്സ് വെച്ചിട്ട് GK PDF-കളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. കൃത്യമായിട്ട് അത് വായിച്ച് പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, മനസ്സിലായോ? ഇനി ഈ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോയ കാര്യങ്ങളാണ്, ഒന്ന് വൊക്കാബ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് 30 ആൻറ്റണിം സിനണിം വെച്ച് ഡേ 1 മുതൽ പഠിക്കാം. അതായത് ഓപ്പോസിറ്റ് വേർഡ്സും സെയിം അർത്ഥം വരുന്ന വാക്കുകളും. ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി നമുക്ക് സമയമെടുത്ത് മാത്രമേ പഠിക്കാൻ പറ്റൂ. ഗ്രാമർ എത്ര പഠിച്ചാലും പകുതിയോളം ക്വസ്റ്റ്യൻസ് വൊക്കാബുലറിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾ 3 ആൻറ്റണിംസ് ആൻഡ് സിനണിംസും 30 ആൻറ്റണിംസ് ആൻഡ് സിനണിംസ് വെച്ച് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 25 ഇഡിയംസ്, പ്രീവിയസ് ഇയർ ചോദിച്ച 25 ഇഡിയംസും കൂടെ നിങ്ങൾക്ക് ഡെയിലി പഠിക്കാം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്
ബ്ലാക്ക് ബുക്ക് ഉപയോഗിക്കാം. ഇംഗ്ലീഷിൻ്റെ ഒരു ബുക്കാണ് ബ്ലാക്ക് ബുക്ക്. ഈ ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ബുക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേ ബുക്ക് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻറ്റണിംസ്, സിനോണിംസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി നമുക്ക് ഒരു സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ആയി വന്നുകൊണ്ടേയിരിക്കും. ഇത് ഡെയിലി പഠിക്കുക. ഇന്ന് 30 പഠിച്ചു, നാളെ ആ 30 വായിക്കണം, അതിൻ്റെ കൂടെ അടുത്ത 30 പഠിക്കണം. മറ്റന്നാൾ ആദ്യത്തെ 60 പഠിക്കണം, അതിൻ്റെ കൂടെ പുതിയ 30 ആഡ് ചെയ്യണം. അങ്ങനെ ഡെയിലി റിവിഷൻ സൈക്ലിക്കായിട്ട് ചെയ്തു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഓർമ്മ നിൽക്കത്തുള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോണം. പിന്നെ സ്റ്റാറ്റിക് ജി കെയുടെ ഏതെങ്കിലും PDF അല്ലാന്നുണ്ടെങ്കിൽ നിയോൺ പബ്ലിക്കേഷൻ്റെ ഒക്കെ സ്റ്റാറ്റിക് ജി കെ ബുക്ക് നിങ്ങൾക്ക് കിട്ടും. നിയോൺ പബ്ലിക്കേഷൻ്റെ ഒക്കെ സ്റ്റാറ്റിക് ജി കെ ബുക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? സ്റ്റാറ്റിക് ജി കെ ഡെയിലി 25 പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ വരുന്നത്? ആ വാർ നടന്നത് എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാണ്, ഏറ്റവും ഉയരം കുറഞ്ഞ ഡാം ഏതാണ്, ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് സ്റ്റാറ്റിക് ജി കെയുടെ കീഴിലാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക. ഇനി കറണ്ട് അഫയേഴ്സ് നമ്മൾ 2025 CGL പഠിക്കുകയാണെങ്കിൽ ഒരു 2024 അതുപോലെ തന്നെ 2025 എക്സാം നടക്കുന്ന ഇപ്പോൾ ഓഗസ്റ്റിലാണെങ്കിൽ ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മന്ത്ലി കമ്പൈലേഷൻസ് എടുക്കാം. അഫയേഴ്സ് ക്ലൗഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട്, ന്യൂസ് പേപ്പേഴ്സൊക്കെ ഈ ലാസ്റ്റ് മിനിറ്റിൽ അത്ര പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും PDF കമ്പൈലേഷൻസ് തരുന്ന ചാനലുകൾ ഫോളോ ചെയ്യാം. അത് ഫോളോ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? Day 1 മുതൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നു. ഓരോ ദിവസവും 30 ആൻറ്റണിംസ് സിനോണിംസ് പഠിക്കുന്നു. അതായത് 15 ആൻറ്റണിമും 15 സിനോണിംസും പഠിച്ചാൽ മതി. 25 ഇഡിയംസ് പഠിക്കുന്നു, 50 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നു, 25 സ്റ്റാറ്റിക് ജി കെ പഠിക്കുന്നു. കറണ്ട് അഫയേഴ്സ് ഓരോ മാസത്തെയും PDF എടുത്തിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് എടുക്കുന്നു, അത് ഒരു 10 പഠിക്കുന്നു. അങ്ങനെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇത് ഡെയിലി നമ്മൾ ഈ പറയുന്ന 60 ദിവസവും ചെയ്യും. ഇനി അതല്ലാതെ നമ്മൾ ഓരോ ആഴ്ചയും എന്ത് ചെയ്യും? ഓരോ ആഴ്ചയും നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതനുസരിച്ചുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യും. എല്ലാ സൺഡേയും അതിൻ്റെ ഫുൾ മോക്കുകൾ നമ്മൾ ചെയ്ത് നോക്കും. അതായത് ആ ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കും. നമ്മൾ റിവിഷൻ ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരോടെങ്കിലും ചോദിച്ച് അത് ക്ലിയർ ചെയ്യും. ഇനി അതല്ല, നിങ്ങൾ ഡെയിലി തന്നെ എന്ത് ചെയ്യും? ഓരോ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യും. നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ അടുത്ത ദിവസം റിവിഷൻ രാവിലെ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ നമ്മൾ റിവിഷൻ ചെയ്യും. ആ റിവിഷൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ നമ്മളൊരു നോട്ടിൽ മിനി നോട്ടുകളായിട്ട് എഴുതി വെക്കും. മോക്ക് ടെസ്റ്റിൽ തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരു ബുക്കിലേക്ക് സെപ്പറേറ്റ് മാറ്റി എഴുതി വെക്കും. അതെല്ലാം തന്നെ നമ്മൾ ഡെയിലി റിവിഷൻ ചെയ്യും. അതുപോലെ തന്നെ 1 മുതൽ ഒരു 20-25 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കും. 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സ്, 1 മുതൽ 20 വരെയുള്ള ക്യൂബുകൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കും. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഈ CGL നിങ്ങൾക്ക് നല്ലൊരു സ്കോർ തന്നെ കിട്ടും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എക്സാം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ബൈ. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.